പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകി IAS ഉണ്ട്. മാം വെൽക്കം. കലോത്സവം തുടങ്ങിയപ്പോൾ മുതൽ അതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് മുതൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ചർച്ചകളിലൊക്കെ മുൻപിലുണ്ടായിരുന്ന ആളാണ്. ഇത് വലിയൊരു വിജയമായി മാറിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ? ഒരുപാട് ആദ്യം എനിക്ക് നന്ദി പറയാനുണ്ട്. ഞങ്ങളുടെ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവരാണ് രാപ്പകലായിട്ട് ഇവിടെ ഒരുപാട് ജോലി ചെയ്ത് ഇത്രയും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല തൃശ്ശൂരിൽ നിന്ന് കോർപ്പറേഷൻ ആവട്ടെ, പോലീസ് ആവട്ടെ, നമ്മുടെ മന്ത്രി ഇവിടുത്തെ രാജൻ മിനിസ്റ്റർ ആവട്ടെ, തൃശ്ശൂരുടെ ഒരു സപ്പോർട്ടും കൂടി ഇതിൽ വലിയ ഭാഗം ഉണ്ടായിരുന്നു. സോ എനിക്ക് ഹൃദയാന്ത നന്ദി മാത്രമേ വലുതായിട്ടുണ്ട്. ഒരു ഉത്തരവാദിത്ത കലോത്സവം കൂടിയാണ് അല്ലേ അരതി? അതെ അതെ, ഇത്തവണ. അതുകൊണ്ട് തന്നെ അതെങ്ങനെ കാണുന്നു അതിനെ? ഇതൊരു തുടക്കം എന്ന് മാത്രമേ ഞാൻ കാണുന്നുണ്ട്. നമുക്ക് പറയുന്നത് പോലെ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന രീതിയിൽ ഒരു തുടക്കമായിട്ട് ഞാൻ കാണുന്നു. പല രീതിയിലും നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് എത്രത്തോളം മാറി നിൽക്കുന്നുണ്ടോ അത്രമാത്രം നമുക്ക് സന്തോഷം കിട്ടുമെന്ന ഒരു തെറ്റുധാരണ നമുക്ക് നിലനിൽക്കയിൽ ഉത്തരവാദിത്തം എടുക്കുന്നതാണ് സന്തോഷം എന്ന് ഒരു സത്യം പറയുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങളൊരു തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനിയും അത് വിപുലമായിട്ട് എല്ലാ കുട്ടികൾക്കും എല്ലാ സമൂഹം ഒട്ടാകെ എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. സാരിയെക്കുറിച്ചൊക്കെ മാഡം പറഞ്ഞതൊക്കെ തന്നെ വലിയ ഒരു സന്ദേശമായി തന്നെ പോയിട്ടുണ്ട് അല്ലേ? യെസ്, സന്ദേശം മാത്രമായിട്ട് പോരാ, അത് ആക്ഷനിലേക്ക് എല്ലാവരും ഏറ്റെടുക്കണം എന്നതാണ് ആഗ്രഹം. മാമിൻ്റെ സാരി ഡയലോഗ് ആക്ച്വലി ഞങ്ങൾ ഈ ജെൻസിക്കാരുടെ ഇടയിൽ അത്യാവശ്യം തന്നെ വൈബായിട്ട് തന്നെ പോയിട്ടുണ്ട്. അത്യാവശ്യം തന്നെ വൈറലാണ്. ആക്ച്വലി അത് നല്ലൊരു മെസ്സേജ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നൽകിയത്. താങ്ക് യു. അതായത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു കൺസ്യൂമറിസം എന്ന് പറയുന്നത് 1960കളിൽ പല രാജ്യങ്ങളിലും തുടങ്ങി. പിന്നെ നമ്മുടെ രാജ്യത്തിലേക്ക് എത്തുമ്പോൾ അത് 1990, 2000 എന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംസ്കാര മാറ്റം, അതായത് കൂടുതൽ സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ട്രെൻഡ് എന്ന് പറയുന്ന ഒരു ധാരണ ഈ ഒരു എന്താ പറയുക, ജെൻസി ആണോ അത് ജെൻ ആൽഫ ആണോ, അവരുടെ തെറ്റല്ല. അത് ശരിക്കും അവരുടെ തെറ്റല്ല. പക്ഷെ കാരണം അവർ ചെറുപ്പം തൊട്ട് വളരുമ്പോൾ ഇത്തരമുള്ള ഒരു കള്ളങ്ങളെ കേട്ടാണ് വളരുന്നത്. ശരിക്കും ഇതാണ് ജീവിതം. കൂടുതൽ സാധനങ്ങൾ ഉപയോഗിച്ച് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും ഇതൊക്കെയാണ് അവർ കണ്ട് വളർന്നത്. അങ്ങനെ ഒരു ലോകം സൃഷ്ടിച്ചു കൊടുത്തത് എൻ്റെ തലമുറയും എൻ്റെ മുൻപത്തെ തലമുറയുമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു വലിയ മാപ്പാണ്. ആ മാപ്പോടുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത് ഈ കള്ളങ്ങളൊക്കെ മറികടന്ന് ഇതെല്ലാം സന്തോഷം, ഉത്തരവാദിത്വം എടുത്ത് ഈ ഭൂമിയെ നശിപ്പിക്കാതെ മറ്റവരെ നോടിക്കാതെ ജീവിക്കുന്ന ജീവിതമാണ്. ഏറ്റവും വലിയ ഉദാഹരണം ആണ് മാഡം ഈ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ. ഒരു വലിയ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച് വന്നവരാണ്. ഒന്നുമില്ലാത്തതിൽ നിന്ന് വന്നവർ A ഗ്രേഡ് വാങ്ങിയിരിക്കുന്ന കുട്ടികളാണ്. യെസ്, എനിക്ക് ഇവരെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് വേദന ഉണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു ദുരന്തം പോലും കാലാവസ്ഥ വ്യതിയാനത്തിനെ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഉത്തരവാദിത്വമില്ലാതെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ബാധിക്കപ്പെടുന്നവർ ഇങ്ങനെയുള്ള പാവങ്ങളാണ്. അപ്പോൾ അവരുടെ തെറ്റൊന്നുമില്ല ഇതിനകത്ത്. പക്ഷേ അവരാണ് അനുഭവിക്കുന്നത്. ഇതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി നമുക്ക് ഉത്തരവാദിത്വം എടുത്തോടെ. കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്വം ഇല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? പറയാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ആളായാൽ പോലും അയാൾ മാതൃകാപരമായിട്ട് ജീവിച്ച് കാണിച്ചാൽ അത് കണ്ട് ഒരു 100 പേർക്ക് പ്രോത്സാഹനം കിട്ടും. അപ്പോൾ ആ 100 പേരെ കണ്ട് 1000 പേരാവും. ആ 1000 കണ്ട് ലക്ഷങ്ങളാകും, ലക്ഷങ്ങൾ കോടികളാവും. അതല്ലേ ഒരു അർത്ഥമുള്ള ജീവിതം എന്ന് പറയുന്നത്. ഈ കലോത്സവത്തിന്റെ ദിവസങ്ങളാകുമ്പോൾ കുറച്ചുകൂടി ഒരു സന്തോഷത്തിലുള്ള കാര്യങ്ങൾ കൂടി വേണം തോന്നുന്നു. മാമിന്റെ ഒരു പാട്ട് കേൾക്കാൻ എല്ലാവരും പ്രേക്ഷകരും ഞങ്ങളും ഒക്കെ ഒരുപാട് കാത്തിരിക്കുകയാണ്. അയ്യോ, പാട്ടൊക്കെ ഒരുപാട് പാടിയല്ലോ, ഇനിയും പാടണോ? ന്യൂസ് മലയാളത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട്. അതെ, ഞങ്ങൾക്ക് എന്തായാലും മാമിന്റെ ഒരു പാട്ട് കേൾക്കണം. ഓക്കെ. അനമേലെ പനിത്തുളി ഒലൈ പായും ഒരു കിളി മരം തേടും മഴത്തുളി ഇവൈതാനേ വഴിനി ഇമയിരണ്ടും തനിത്തനി ഉറക്കങ്ങൾ ഉറൈപ്പനി എതற்காக അത് തമിഴ് സോങ് ആണ്. നമ്മുടെ മലയാളത്തിന്റെ സ്വന്തമാണ് വാസുകി. അപ്പം ഒരു മലയാളം പാട്ട് കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മലയാള പാട്ട് എനിക്ക് അത്രയും അറിയത്തില്ല, പാടുന്ന രീതിയിൽ അറിയത്തില്ല. ഓക്കെ, എക്സെപ്റ്റ് മേ ബി ഒരു സോങ്
கலக்காத்த சந்தனமேற வெகு போகா பூத்திருக்க பூ பறிக்க போகிலாமோ கிண்ணே நாத்தே பத்திலமோ நானே 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 நானே